നമ്മളെപ്പോഴും മനസ്സുകൊണ്ട് കാണുന്ന ആഗ്രഹിക്കുമ്പോഴൊക്കെ ജയേട്ടനെ കാണാൻ പറ്റിയിട്ട് എൻ്റെ ലൈഫിൽ എന്നെ സംബന്ധിച്ചുള്ള എനിക്കിപ്പോൾ ഈ ഒരു രോഗ വിവരം അറിഞ്ഞ ശേഷം എനിക്ക് ജയേട്ടനെ നേരിട്ട് പോയി കാണുന്നുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ഇങ്ങനത്തെ ഒരു ജയേട്ടനെ കാണുവാനായിട്ട് എൻ്റെ മനസ്സ് അനുവദിച്ചിരുന്നില്ലാണ്. കാരണം എന്ന് വെച്ചാൽ എൻ്റെ വൈഫിൻ്റെ ഒരു കേസിൽ അദ്ദേഹം ഒരുപാട് വിളിച്ച് ആശ്വസിപ്പിക്കുകയൊക്കെ ചെയ്ത് ജയേട്ടൻ അതേ രോഗം കൊണ്ട് തന്നെ അദ്ദേഹം നമ്മളെ വിട്ടു പിരിയുക അല്ലെങ്കിൽ അതേ രോഗം അദ്ദേഹത്തിന് പിടിപെടുക എന്ന് പറയുമ്പോഴത്തേക്കും എനിക്കത് ഒരിക്കലും ഉൾക്കൊള്ളാൻ സാധിച്ചിരുന്നില്ല. അപ്പോൾ പക്ഷേ അദ്ദേഹത്തിൻ്റെ എല്ലാ രോഗവിവരം കാര്യങ്ങളൊക്കെ ഞാൻ അപ്പം അപ്ഡേറ്റ് ചെയ്തിരുന്നു, വിവരങ്ങൾ കിട്ടിയിരുന്നു. ഈവൻ ഇപ്പോൾ കഴിഞ്ഞ ഈ അടുത്ത് കുറച്ച് സീരിയസ് ആണെന്നുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞിരുന്നു. പക്ഷെ എങ്കിൽ പോലും അദ്ദേഹം ഇന്ന് നമ്മളെ വിട്ടു പിരിഞ്ഞു പോകുന്നുള്ള ഒരിക്കലും പോലും ചിന്തിച്ചിരുന്നില്ല. കാരണം അദ്ദേഹം നമ്മോടൊപ്പം അദ്ദേഹം പാടുകയോ ഇല്ലയോ എന്നുള്ളതല്ല, നമ്മോടൊപ്പം ഉണ്ടെന്നുള്ളതാണ് നമുക്ക് സന്തോഷം തരുന്നൊരു കാര്യം. നമ്മോടൊപ്പം ജീവിച്ചിരിക്കുക എന്നുള്ളതായിരുന്നു നമുക്ക് ഒരുപാട് സന്തോഷം, സിങ്ങറുന്ന രീതിയിലൊക്കെ സന്തോഷം തരുന്ന കാര്യം. പക്ഷേ ദൈവം അദ്ദേഹത്തെ വിളിച്ചു. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ഈ ഒരു വേദനയുടെ ലോകത്തുനിന്ന് അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടുപോയതായിരിക്കും. അങ്ങനെ പറഞ്ഞ് നമുക്ക് ആശ്വസിക്കാം. ശരി, അങ്ങ് പറഞ്ഞ പോലെ നമ്മുടെ പലപ്പോഴും നമുക്ക് ഇപ്പം നേരത്തെ നമ്മൾ കേട്ട സന്ധ്യയ്ക്ക് എന്തിന് വൈഡൂര്യം പോലുള്ള പാട്ടുകളിലൂടെ അദ്ദേഹം എന്നും നമ്മുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കും. എല്ലാ ദിവസവും അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ എവിടെ നിന്നെങ്കിലൊക്കെ നമുക്ക് കേൾക്കാൻ സാധിക്കും. അങ്ങനെ ഈ കേരളത്തിലെ പ്രപഞ്ചത്തിൽ അദ്ദേഹം നമ്മോടൊപ്പം ഉണ്ടാകും. ശരിയാണ്, അങ്ങ് സൂചിപ്പിച്ച കൃത്യമാണ്. കാരണം എല്ലാ സമയത്തും നമുക്ക് എല്ലാവരെയും കാണാനുള്ള ഒരു മാനസികമായ ഒരു കെൽപ്പ് നമുക്ക് ഉണ്ടാവണമെന്നില്ല. നമ്മുടെ പ്രിയപ്പെട്ടവർ ഒരു ക്ഷീണിത രൂപത്തിൽ കാണുക, അവരെ ആ രീതിയിൽ മനസ്സിലേക്ക് കൊള്ളാതെ അല്ലേ, അവരുടെ ആ ഏറ്റവും ചിരിയാർന്ന സന്തോഷമാർന്ന ഊർജ്ജസ്വലമാർന്ന മുഖം മാത്രം മനസ്സിലിരിക്കട്ടെ എന്ന് കരുതി പലപ്പോഴും അങ്ങനെ തീരുമാനങ്ങൾ എടുക്കുന്നുണ്ട്. സ്വാഭാവികമാണ്. അത്രയും പ്രിയപ്പെട്ടവരാകുമ്പോൾ ആ ഒരു വല്ലാത്തൊരു ഇമോഷണൽ പ്രശ്നമുണ്ട്. ഈ അദ്ദേഹത്തെ ഒരു ഗായകൻ എന്ന നിലയ്ക്ക് കാണുമ്പോൾ ഇപ്പോൾ നേരത്തെയൊക്കെ നമ്മളോട് പങ്കുവച്ചവരൊക്കെ സൂചിപ്പിച്ച പോലെ യേശുദാസ് ഇങ്ങനെ വലിയൊരു വൃക്ഷമായി നിൽക്കുന്നു. അതിലൊന്നും വീഴാതെ അല്ലെങ്കിൽ അതിൻ്റെ തണലിലൊന്നും നിൽക്കാതെ കൃത്യമായ ഒരു ഒറ്റയാൾ മരമായി അങ്ങനെ വളരെ ശക്തിയുക്തം നിന്നാണ്. എങ്ങനെയാണ് ആ ഒരു സ്വന്തം ശൈലി, സ്വന്തം രീതി, ജീവിതത്തെ അദ്ദേഹം കാണുന്ന രീതി പോലും വളരെ വ്യത്യസ്തമായിരുന്നു. അത് ഒരുപക്ഷെ ഇപ്പോൾ നമുക്ക് മാധ്യമപ്രവർത്തകർക്കും അദ്ദേഹത്തോട് അഭിമുഖത്തിന് ചെല്ലുമ്പോൾ തന്നെ ചിലപ്പോൾ അല്പം ആശങ്കയോടെ ഭയത്തോടെയൊക്കെയാണ് ചെല്ലുക. കാരണം പറയുന്ന ഏതെങ്കിലും കാര്യം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ചിലപ്പോൾ അദ്ദേഹം വളരെ പരുഷമായി പെരുമാറിക്കളയും. പക്ഷെ അതേ സമയത്താണ് ഇഷ്ടപ്പെട്ട പാട്ട് ചോദിച്ചാൽ അപ്പം തന്നെ പാടിത്തരുന്ന ഒരാൾ വളരെ സ്നേഹത്തോടെ അല്ല, അങ്ങനെ ഒരു വളരെ വ്യത്യസ്തമാർന്ന ഒരു വ്യക്തി തന്നെയായിരുന്നു. ആ അനുഭവം എങ്ങനെയാണ് നിങ്ങൾ അദ്ദേഹത്തെ കണ്ട രീതി, ആ ഒരു വേറിട്ട പി ജയചന്ദ്രൻ എന്തായിരുന്നു? അതെ, നേരത്തെ പറഞ്ഞ പോലെ ദാസേട്ടനെ പോലെ ഒരു വലിയൊരു ലെജൻഡറി സിംഗർ ഉള്ളപ്പോൾ തന്നെയാണ് ജയേട്ടനും ഇത്രയധികം പാട്ടുകൾ പാടിയിട്ടുള്ളത് നമ്മളെടുത്ത് പറയേണ്ട ഒരു കാര്യമാണ്. നമ്മളെന്നും ദാസേട്ടൻ്റെ പേര് പറഞ്ഞാൽ അതിനൊപ്പം തന്നെ ചേർത്ത് വയ്ക്കുന്ന പേരാണ് പി ജയചന്ദ്രൻ എന്നുള്ള പേര്. ഈക്വലി ഗുഡായിട്ടുള്ള സിംഗേഴ്സും ഇവർ രണ്ടുപേരുടെയും കാലഘട്ടത്തിൽ ജീവിക്കാൻ പറ്റുന്നതാണ് നമ്മൾ സംഗീത ആസ്വാദകരുടെ ഒരു വലിയൊരു കാര്യമായിട്ട് ഞാൻ കരുതുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ അദ്ദേഹം പലപ്പോഴും പല ചാനൽ ചർച്ചകളിലും അതല്ലാത്ത ഇൻ്റർവ്യൂസിലൊക്കെ അദ്ദേഹം ഒരു പരിക്കനാണോ എന്ന് പോലും നമുക്കൊക്കെ പലപ്പോഴും തോന്നിയിട്ടുണ്ട്, അല്ലെങ്കിൽ പലർക്കും തോന്നുമായിരിക്കാം. പക്ഷേ വളരെ ശുദ്ധനായ ഒരു മനുഷ്യനായിരുന്നു അദ്ദേഹം മറ്റുള്ളവരുടെ പാട്ടുകൾ അപ്രീഷിയേറ്റ് ചെയ്യുന്ന കാര്യത്തിലാണെങ്കിലും നർമ്മം പറയുന്ന കാര്യത്തിലാണെങ്കിലും എല്ലാം കൊണ്ടും ഒരു വളരെ പാവമായിട്ടുള്ള മനുഷ്യനായിരുന്നു. അത് അദ്ദേഹത്തെ അടുത്ത് അറിയുമ്പോഴേ മനസ്സിലാക്കാൻ സാധിക്കുന്നു. അതെല്ലാവർക്കും ചിലപ്പോൾ അങ്ങനെ അടുത്തറിയാൻ സാധിച്ചൊന്നും വരില്ലല്ലോ. പക്ഷെ അങ്ങനെയുള്ളവർക്കൊക്കെ അദ്ദേഹത്തെക്കുറിച്ച് എപ്പോഴും നല്ല കാര്യങ്ങൾ മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ. പിന്നെ ഈ പറഞ്ഞാൽ പെട്ടെന്ന് ദേഷ്യമൊക്കെ വരും. പിന്നെ വളരെ എനിക്ക് തോന്നുന്നു അത്രയും ശുദ്ധനായതുകൊണ്ടാണ് ഉള്ള കാര്യം അപ്പം തന്നെ മുഖത്ത് നോക്കി പറയും. അതിന് യാതൊരു മടിയില്ല. അതൊരു പക്ഷേ ആ ഒരു ശുദ്ധത കൊണ്ടായിരിക്കും. ഒരുപാട് മുഹൂർത്തങ്ങളാണ് അദ്ദേഹത്തെക്കുറിച്ച്, നല്ല മുഹൂർത്തങ്ങളാണ് അദ്ദേഹത്തെക്കുറിച്ച് ലൈഫിൽ ഓർക്കാനുള്ളൂ. അപ്പോൾ ആ ഓരോ ഓർമ്മകളായിട്ടാണ് നമ്മളിനി ജയേട്ടനെ ഓർക്കുന്നത്.